ഒരു വശത്ത് അമേരിക്കയുമായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ അതിൻ്റെ ഫലത്തിന് കാത്തിരിക്കാതെ ഇറാനിൽ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ആക്രമണം നടത്തുകയും ആ രാജ്യത്തിൻ്റെ പരമോന്നത സ്ഥാനത്തുള്ള ഭരണാധികാരിയായ ഖമനേയിയെ വധിക്കുകയും ചെയ്തിരിക്കുന്നു. സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 50 കുട്ടികൾ അടക്കം നിരവധി പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രയേലിലും കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, UAE, ജോർദാൻ എന്നിവിടങ്ങളിലുമുള്ള അമേരിക്കൻ സൈനിക നാവിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് തിരിച്ചടിച്ചു. ബഹ്റൈനിലെ US 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ഇറാൻ തകർത്തു. US യുദ്ധവാഹന കപ്പലായ എബ്രഹാം ലിങ്കന് നേരെയും ആക്രമണമുണ്ടായി. യുദ്ധം ആരംഭിച്ചതോടെ അതിസങ്കീർണമാണ് ഗൾഫ് മേഖലയിൽ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യയിലെ സാഹചര്യം. എണ്ണവില മുതൽ ആഗോള സമ്പദ് വ്യവസ്ഥ വരെ ആഘാതം വ്യാപിക്കും. ആരോട് യുദ്ധം ചെയ്താലും സാധാരണ ജനമാണ് ഒടുവിൽ അതിൻ്റെ വില നൽകേണ്ടി വരിക. ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ നടത്തിയ ആക്രമണം ആഗോള നിയമങ്ങളും നയതന്ത്ര മര്യാദകളും ലംഘിക്കുന്ന പ്രവൃത്തിയാണ്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് താല്പര്യമില്ലെന്ന് വ്യക്തമാണ്. ഇറാൻ നയതന്ത്രത്തിന് തയ്യാറായപ്പോൾ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഇറാനുമായുള്ള ചർച്ചയെ അമേരിക്ക എപ്പോഴെങ്കിലും ഗൗരവമായി എടുത്തിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ചർച്ച പോലും ഇറാനെ ആക്രമിക്കാനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം ലഭിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ളതായിരുന്നുവെന്നാണ് ബോധ്യമാകുന്നത്. ഇറാനെ ലക്ഷ്യമിട്ട് സൈനിക സജ്ജീകരണങ്ങൾ ആരംഭിച്ചതിന് ശേഷമാണ് അമേരിക്ക ചർച്ചയ്ക്കൊരുങ്ങിയത് തന്നെ. ചർച്ചയിൽ കരാറിന് അമേരിക്ക മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ തന്നെ നിരസിക്കപ്പെടുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയതായിരുന്നു. ഇറാന്റെ ഇസ്തഹാൻ, നദാൻസ്, ഫോർഡോ തുടങ്ങിയ പ്രധാന ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി പൊളിച്ചു മാറ്റുക, ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നേരിട്ട് അമേരിക്കയ്ക്ക് കൈമാറുക, ഇറാന്റെ മിസൈൽ പ്രതിരോധ പദ്ധതി നിർത്തിവെക്കുക തുടങ്ങിയ വ്യവസ്ഥകളാണല്ലോ മുന്നോട്ട് വെച്ചത്. ഇത് ചർച്ചയല്ല, ഒരു പരമാധികാര രാഷ്ട്രത്തെ നിഷ്പ്രഭമാക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ്. ഇറാൻ എന്നല്ല, ലോകത്തെ ഒരു പരമാധികാര രാജ്യവും അംഗീകരിക്കാത്ത വ്യവസ്ഥകളാണ് ഇസ്രയേലിനെയും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട ഇറാന്റെ തിരിച്ചടി. ഈ പ്രദേശത്തെ പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലേക്ക് തള്ളിയിരിക്കുന്നു. ചെറു രാജ്യങ്ങളുടെ മണ്ണ് മഹാശക്തികളുടെ യുദ്ധരംഗമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി തുടങ്ങി. ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ദീർഘകാല നയത്തിന്റെ ഭാഗമായി നടക്കുന്ന സൈനിക ഇടപെടലുകൾ ഇതിനകം മിഡിൽ ഈസ്റ്റിനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ഗസ, ലബനാൻ, സിറിയ തുടങ്ങിയ മേഖലകളിലെ സംഘർഷം അവസാനിക്കാതിരിക്കെ മറ്റൊരു തുറമുഖം തുറക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും അഭയാർത്ഥി പ്രവാഹത്തിനും യുദ്ധം ആരംഭിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ തീയണയ്ക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവരും. അമേരിക്കയുമായുള്ള ചർച്ചയിലെ 6ാം ഘട്ടം നടക്കാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ഇറാനെ കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ ആക്രമിക്കുകയും അമേരിക്ക അതിൽ പങ്കാളിയാവുകയും ചെയ്തത്. നയതന്ത്രം വിജയിക്കണമെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നായിരിക്കണം. ചർച്ചാമേശയിൽ ഇരിക്കുന്ന സമയത്ത് യുദ്ധവിമാനങ്ങൾ പറക്കുകയും യുദ്ധക്കപ്പലുകൾ തീരത്തോടടുക്കുന്നതും ഭീഷണിയുടെ രാഷ്ട്രീയ സന്ദേശമാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ആണവായുധങ്ങളുണ്ട്. ഇറാൻ ഭാവിയിൽ ആണവായുധം നിർമ്മിച്ചേക്കാമെന്ന് ആശങ്കപ്പെടുന്ന അമേരിക്ക ഇസ്രയേൽ രഹസ്യമായി കൈവശം വച്ചിരിക്കുന്ന 100 കണക്കിന് ആണവായുധങ്ങളുടെ കാര്യത്തിൽ കുറ്റകരമായ മൗനത്തിലാണ്. തങ്ങളുടെ ആണവായുധങ്ങളെക്കുറിച്ച് സമ്മതിക്കാനോ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി കരാറിലാകാനോ ഇസ്രയേൽ തയ്യാറായിട്ടില്ല. മേഖലയിലുടനീളം ഇസ്രയേൽ നടത്തുന്ന കടന്നുകയറ്റത്തിനും ഗസയിലെ വംശഹത്യയിലും അമേരിക്കയ്ക്ക് പ്രശ്നമില്ല. ഇറാൻ ഊർജാവശ്യങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതും സ്വയം പ്രതിരോധത്തിന് മിസൈൽ വികസിപ്പിക്കുന്നതുമാണ് ആഗോള ഭീഷണിയായി ചിത്രീകരിക്കുന്നത്. ഇറാന്റെ ഓരോ സാങ്കേതിക നീക്കവും സംശയത്തിന്റെ കണ്ണാടിയിൽ പരിശോധിക്കപ്പെടുന്നു. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇസ്രയേലും അമേരിക്കയും കുറച്ചു കാലമായി തുടർച്ചയായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇറാനിലെ പ്രമുഖരായ സൈനികരെയും ആണവ ശാസ്ത്രജ്ഞരെയുമെല്ലാം കൊലപ്പെടുത്തി. ജൂണിലെ യുദ്ധത്തിൽ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ കടന്നുകൂടി സംഘർഷങ്ങൾ ഉണ്ടാക്കി. സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ കടന്നുകയറി സംഘർഷമുണ്ടാക്കി. പ്രക്ഷോഭം വ്യാപിക്കുകയും ഇറാനിൽ ഭരണ നേതൃത്വത്തെ ജനം അട്ടിമറിക്കുകയും ചെയ്യുമെന്നാണ് ഇസ്രയേൽ കരുതിയത്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, വിദേശ ശക്തികളുടെ ഇടപെടലിൽ ജനങ്ങൾ സർക്കാരിന് പിന്തുണ നൽകി. ബോംബിംഗ് ഭരണകൂടത്തെ ദുർബലപ്പെടുത്തണമെന്നില്ല. ഇറാഖിൽ നമ്മൾ ഇത് കണ്ടു. സദ്ദാം ഹുസൈനെ പുറത്താക്കിയത് വേഗത്തിലുള്ള ജനാധിപത്യ ഏകീകരണം നൽകിയില്ല. അത് കലാപം, വിഭാഗീയ യുദ്ധം,
വർഷങ്ങളുടെ അസ്ഥിരത എന്നിവയ്ക്ക് കാരണമായി. അഫ്ഗാനിസ്ഥാനിൽ 2 പതിറ്റാണ്ടുകളുടെ അധിനിവേശം താലിബാന്റെ തിരിച്ചുവരവോടെയാണ് അവസാനിച്ചത്. ഈ യുദ്ധം ആർക്കും ഗുണം ചെയ്തില്ല. ലോകത്തിലെ എണ്ണ വിതരണത്തിൻ്റെ ഏകദേശം 1/5 ഭാഗവും കടന്നു പോകുന്നത് ഇറാൻ്റെ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. എണ്ണവില കുതിച്ചുയരാൻ ഇടയാക്കും. ലോകമെമ്പാടുമുള്ള പണപ്പെരുപ്പ ആഘാതങ്ങൾക്ക് ഇത് കാരണമാകും. ഗതാഗത ശൃംഖലകൾ, ഭക്ഷ്യ വിതരണ ശൃംഖലകൾ, വൈദ്യുതി ഗ്രിഡുകളെല്ലാം യുദ്ധം ബാധിക്കും. 5 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുകയും ജോലി ചെയ്യുന്നുമുണ്ട്. ഗൾഫ് മേഖല യുദ്ധത്തിലേക്ക് തള്ളപ്പെടുന്നത് പ്രവാസികളായ മലയാളികളുടെ ഭാവിയെ മാത്രമല്ല, കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തന്നെ പ്രതിസന്ധിയിലാക്കും. നമ്മെ നേരിട്ട് ബാധിക്കുന്ന യുദ്ധമാണ് വന്നിരിക്കുന്നത്. സമാധാനം ഒരു പക്ഷത്തിൻ്റെ ആയുധ നിരോധനത്തിലൂടെയല്ല ഉണ്ടാകുന്നത്. അത് എല്ലാ പക്ഷങ്ങൾക്കും ഒരുപോലെ ബാധകമായ മാനദണ്ഡങ്ങളിലൂടെയാണ് സാധ്യമാക്കേണ്ടതാണ്. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് ഭീഷണിയായി ഏതെങ്കിലും രാജ്യമുണ്ടെങ്കിൽ അത് ഇസ്രയേലാണ്. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ല എങ്കിൽ ദുരന്തം അതിഭീകരമായിരിക്കും. മനുഷ്യകുലം ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും കാത്തിരിക്കുന്നതും എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കട്ടെ എന്നാണ്.